മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ജിഷനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസിൻ്റെ കാര്യമാണ് ജിഷൻ പറയുന്നത്. എന്താണെങ്കിലും അവന് ചില വാക്കുകളൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അക്ബർ ഖാൻ്റെ ഗ്യാങ് പൊട്ടിക്കാൻ വേണ്ടി അവരൊരു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാങ്ങും പിന്നെ വേറെ ഗ്യാങ്ങിലാണുള്ളത്. ഇപ്പോൾ ആദില നൂറ് അങ്ങനെ ഒരു ഗ്യാങ്ങിലാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നതെന്ന്. ആ അനീഷേട്ടനെ നോക്ക്, ആ അനീഷേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നല്ലേ ഗെയിം കളിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് വേണ്ടത്, ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഗെയിം കളിക്കണം. നമ്മൾ കുറേ പേരെ കൂട്ടുപിടിച്ചിട്ടൊന്നും നമ്മുടെ കൂടെ ആരും വരില്ല, ഒരു സപ്പോർട്ട് നമുക്ക് ആരും തരില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ചിലപ്പോൾ എന്നെ അടിച്ച് പുറത്താക്കാനായിരിക്കും ശ്രമിക്കുക. ഇവരങ്ങനെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരെ അടിച്ച് പുറത്താക്കിയാലും ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ പുറത്തു പോവുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. പിന്നെ ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടുന്ന് പോകുന്ന അനുമോൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഓരോ ജോലി ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, ഓരോരുത്തർക്ക് അവരവരുടേതായ വേറെ പല ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.